വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാൻ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചെന്നും ട്രംപ് പറഞ്ഞു. ഹമാസ് ഇസ്രായേലിൽ നടത്തിയത് മാനവികതയ്ക്കെതിരായ നിഷ്ഠൂര നടപടിയാണെങ്കിലും ഇസ്രായേലിന്റെ പ്രതികരണം അതിരുകടക്കുന്നുവെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണി UN പ്രസംഗത്തിൽ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ചില ഉപരോധങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും മെലോണി പറഞ്ഞു. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ലെന്ന് അതിശക്തമായ ഭാഷയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകിയെന്ന വാർത്ത ശരിയാണോ എന്ന ചോദ്യത്തിന് ഓവൽ ഓഫീസിൽ മറുപടി പറയുമ്പോഴാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാൻ ഞാൻ അനുവദിക്കില്ല, അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഇക്കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചർച്ച ചെയ്തതായും ട്രംപ് പറഞ്ഞു. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു. ഇത്രയും മതി, ഇനി നിർത്താൻ സമയമായി എന്നും ട്രംപ് പറഞ്ഞു. I will not allow Israel to annex the West Bank. No, I will not allow it. It's not going to happen. Did you speak with Netanyahu about this directly? Yeah, but I'm not going to allow it. Whether I spoke to him or not, I did. But I'm not allowing Israel to annex the West Bank. There's been enough. It's time to stop now, okay? ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം ശക്തമായി നിലയുറപ്പിച്ചിരുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനി ഇസ്രായേൽ ഗാസ നടപടിയിൽ അതിരുകടന്നുവെന്ന് UN പ്രസംഗത്തിൽ പറഞ്ഞത് ശ്രദ്ധേയമായി. ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരായ യൂറോപ്യൻ യൂണിയന്റെ ചില ഉപരോധങ്ങളെ പിന്തുണയ്ക്കുമെന്നും മെലോനി പറഞ്ഞു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കൂട്ടക്കൊലയാണ് യുദ്ധത്തിന് കാരണമായത്. അപ്രതിരോധ്യരായ ജനങ്ങളെ വേട്ടയാടിക്കൊല്ലുന്ന ഹമാസിന്റെ നൃശംസതയാണ് ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് എത്തിച്ചത്. അതിനോടുള്ള പ്രതികരണം തത്വത്തിൽ ന്യായമാണെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ അതിരുകടന്നുവെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഇസ്രായേൽ മാനവികതാ നിയമങ്ങൾ ലംഘിച്ചു, സാധാരണക്കാരുടെ കൂട്ടക്കൊലയ്ക്ക് വഴിയൊരുക്കിയെന്നും ജോർജ മെലോണി പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ പുതിയ ഇസ്രായേലി സെറ്റിൽമെന്റ് അനുവദിക്കാനാകില്ലെന്നും ഭാവി പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെ തടയാനാകില്ലെന്നും ജോർജ മെലോണി UN പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.